കിട്ടുന്നുണ്ട്, നല്ല രീതിയിലുള്ള കറവ കിട്ടുന്നുണ്ട്. നീണ്ട് ചിലർക്ക് 3 മാസം കഴിയുമ്പോൾ തന്നെ കറവ നേരെ കുറയുന്നൊക്കെ കേട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നമില്ല. അപ്പൊ ഈ ധാന്യപ്പൊടി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. അപ്പൊ കർഷകന് നീണ്ട കറവ കിട്ടുന്നുണ്ട്. പിന്നെന്താ എന്തെങ്കിലും ലൂസായിട്ട് പോകുന്നുണ്ട്. ദഹനത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഇവിടെ ഇപ്പൊ എത്ര പശുക്കളുണ്ടാ? 13 പശുണ്ട്. ഇപ്പൊ ആവറേജ് ഇപ്പൊ എത്ര കറവയ്ക്കുള്ള പശുക്കളുള്ളത്? ഇവിടെ 26-27 പാൽ വെക്കുന്ന പശുക്കളൊക്കെ ഉണ്ട്. എത്ര നേരം നിങ്ങൾ ഈ ഇങ്ങനത്തെ തീറ്റ കൊടുക്കുന്നത്? രാവിലെ ഉച്ചയ്ക്കും കൊടുക്കും. അപ്പൊ നേരത്തെ നിങ്ങൾ എത്ര കിലോ പെല്ലറ്റ് കൊടുക്കുമായിരുന്നു? നേരത്തെ 2 നേരോടെ ഒരു പശുവിന് ഒരു 25 പാല് കിട്ടുന്ന പശുവിന് 10 കിലോ പെല്ലറ്റ് അത്രയും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ധാന്യപ്പൊടി കൊടുക്കുന്നുണ്ട്, കുറച്ച് പെല്ലറ്റ് 1 കിലോ താഴെ ഉള്ളത് അത്രേ ഉള്ളല്ലേ? പേരിന് വേണ്ടി മാത്രം, വയറിറയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ബാക്കി മൊത്തം ധാന്യപ്പൊടി കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ധാന്യപ്പൊടി ഇപ്പം എത്ര കിലോ കൊടുക്കുന്നതിനകത്ത്? ധാന്യപ്പൊടി ഇപ്പൊ ഒരു 3.5 കിലോ കൊടുക്കും. 3.5 കിലോ കൊടുക്കും. അപ്പൊ നമുക്ക് പെല്ലറ്റിനെക്കാട്ടി വിലക്കുറവുണ്ട് അല്ലേ? അത്ര അളവ് കൊടുക്കണ്ട. ഓ ശരി. വയർ നിറഞ്ഞ